എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. നമുക്ക് റോമാലേഖനം 8-ാം അധ്യായം 10-11 വാക്യത്തെക്കുറിച്ച് അല്പം ചിന്തിക്കാം. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ക്രൈസ്തവത്തിൽ വളരെ ഗാഢമായി ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു വിഷയത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് അപ്പോസ്തലൻ ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത്. ഒരാള് എങ്ങനെയാണ് ക്രിസ്തു വിശ്വാസിയായിത്തീരുന്നത്? ക്രിസ്തു വിശ്വാസിയായി തീരണമെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ആദ്യം അറിയണം എന്നുള്ളതാണ്. ക്രിസ്തുവിനെ കുറിച്ച് രണ്ട് വിധത്തിലുള്ള ജ്ഞാനമുണ്ട്. അത് സാമാന്യ ജ്ഞാനവും അതിനെ വെല്ലുന്നതായ പരിജ്ഞാനവുമാണ്. ഇത് ദൈവത്തെക്കുറിച്ചും ആവശ്യമാണ്. സാമാന്യ ബോധവും ദൈവത്തെക്കുറിച്ചുള്ള ഉപരിജ്ഞാനവും ആവശ്യമാണ്. ഈ രണ്ട് വ്യക്തികളെക്കുറിച്ച് രണ്ട് വിധത്തിലുള്ള വിവേകപരമായ തിരിച്ചറിവില്ലാത്തവരെ സംബന്ധിച്ച് ഒരിക്കലും ഒരു പൂർണ്ണതയുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുവാൻ സാധ്യമല്ല എന്ന് ഇന്ന് നാമധേയ ക്രൈസ്തവ മാർഗങ്ങൾക്കെല്ലാം പറ്റിയിരിക്കുന്ന അബദ്ധവും ഇത് തന്നെയാണ്. 2000 വർഷത്തോളം കഴിഞ്ഞിട്ടും ഇതുവരെ ദൈവത്തെക്കുറിച്ചോ ക്രിസ്തുയേശുവിനെ കുറിച്ചോ പരിജ്ഞാനമോ ജ്ഞാനമോ ഇല്ല എന്ന് വേണം നാം മനസ്സിലാക്കുക. അതിനെല്ലാം കാരണം വേദപുസ്തകം വേണ്ട രീതിയിൽ പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ നൂറ്റാണ്ടുകളായി സുന്നതദോസുകളിൽ പാസാക്കി വച്ചിരിക്കുന്ന പാരമ്പര്യങ്ങളായ മാനുഷ കൽപ്പനകളായ ഉപദേശങ്ങൾ, അതുപോലെ ഓരോരോ ക്രൈസ്തവ വിഭാഗത്തിനും ബൈബിൾ ഒഴിവാക്കി വെച്ചുകൊണ്ട് മറ്റ് മത ചട്ടക്കൂടുകൾ നിർമ്മിച്ചിരിക്കുക. ഇങ്ങനെ ഈ ചട്ടക്കൂടുകളിൽ നിൽക്കുന്ന ഒരാൾക്കും ദൈവത്തെക്കുറിച്ചോ ക്രിസ്തുവിനെക്കുറിച്ചോ പരിജ്ഞാനമോ ഉപരിജ്ഞാനമോ പ്രാപിപ്പാൻ സാധ്യമല്ല എന്ന്. അപ്പം ഈ വിധത്തിലുള്ള പരിജ്ഞാനം ലഭിച്ചവരെ സംബന്ധിച്ചാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് നമുക്ക് കണ്ടെത്താവുന്നത് 12 അപ്പോസ്തലന്മാർ. 12 അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് പറയുവാൻ ഇന്ന് നാമധേയ ക്രൈസ്തവ മാർഗങ്ങൾക്ക് ഇന്നും ചങ്കിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആശയങ്ങളും അനുഷ്ഠാനങ്ങളും ഏതേതെല്ലാമാണ് ആവശ്യമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ എത്തിയാൽ പല മതങ്ങളുടെയും വരുമാന മാർഗങ്ങൾ നിലച്ചു പോകും എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യഥാർത്ഥമായ ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചാണ്. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മരിക്കേണ്ടത് എങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാണ്. അപ്പം എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം പറയുന്നതിൽ പലർക്കും തെറ്റുപറ്റിയിരിക്കുക. മനുഷ്യൻ്റെ ഉള്ളിൽ
മരണം സംഭവിക്കാൻ പറ്റാത്ത ഒരു ആത്മാവുണ്ടെന്നാണ് നിർവചിക്കുന്നത്. കാരണം ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരീരം പാപം നിമിത്തം മരിക്കുന്നു, ആത്മാവ് നീതി നിമിത്തം ജീവനാണ്. ഇവിടെ ആത്മാവെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന അതിൻ്റെ അർത്ഥം മനസ്സ് എന്നുള്ളതാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറയും. ഈ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് ജഡശരീരത്തിൽ ക്രിസ്തു വിശ്വാസത്താൽ വളരുന്ന ആ മനസ്സാണ്. അതല്ലാതെ അമർത്യമായ ഒരു ആത്മാവ് എന്ന് പറഞ്ഞ ജീവൻ എന്ന അർത്ഥമല്ല ഇവിടെ പ്രയോഗിക്കേണ്ടത്. അപ്പോൾ ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് മരിച്ചാലും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ആ മനസ്സ് എങ്ങനെ ഉള്ളതായിരുന്നു? അത് ആത്മീകമായ അനുഗ്രഹങ്ങളാൽ, ആത്മീയ ഫലങ്ങളാൽ നിറഞ്ഞ മനസ്സാണെങ്കിൽ അതൊരു പൂർണ്ണതയുള്ള മനസ്സായി തീരുമെന്നാണ്. അപ്പോൾ മരണത്തോടുകൂടി ഈ ശരീരം നശിക്കുന്നുവെങ്കിലും ഈ മനസ്സ് ജീവിച്ചിരിക്കുന്നതാണ്. ഈ മനസ്സ് സൂക്ഷിക്കുവാനൊരു ആവശ്യമുണ്ട് ഭാവിയിൽ. ഈ ഓരോ വിശ്വാസികളുടെയും ചിന്താഗതിയും മനസ്സും സൂക്ഷിക്കുന്നത് അത് പിതാവായ ദൈവത്തിൻ്റെ സ്മരണ പുസ്തകത്തിലാണ്. അതെന്തിനാണ് അങ്ങനെ സൂക്ഷിക്കുന്നത് എന്താണെന്നറിയാം. യേശുവിൻ്റെ രണ്ടാം വരവിൽ പുനരുത്ഥാനമെന്ന ദൈവത്തിൻ്റെ ആ മഹാശക്തി പ്രകടമാക്കുന്നത് ഓരോ വ്യക്തിയെയും ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ള ആ അടിസ്ഥാന വിഷയത്തിലാണ്. അപ്പോൾ ഒരു വ്യക്തി മരിച്ചു, അവരെ തിരികെ കൊണ്ടുവരുമ്പോൾ ആ വ്യക്തി ജീവിച്ചിരുന്ന കാലത്ത് ഏത് വിധത്തിലുള്ള മനസ്സായിരുന്നുവോ സമ്പാദിച്ചിരിക്കുന്നത്, ആ മനസ്സ് ഈ പുതിയ ശരീരത്തിൽ നൽകപ്പെടുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ആത്മശരീരത്തിൽ പുനരുത്ഥാനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ സഭയെ സംബന്ധിച്ചും ജഡശരീരത്തിൽ പുനരുത്ഥാനം ചെയ്യുന്ന സഭയൊഴികെ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചും ഈ സ്മരണ പുസ്തകം യഹോവയുടെ കയ്യിലുണ്ട്. അപ്പോൾ ജഡപ്രകാരം പുനരുത്ഥാനം ചെയ്യുന്നവർക്ക് അവർ ജീവിച്ചിരുന്ന കാലത്ത് ഏത് മനസ്സാണോ അവർക്കുണ്ടായിരുന്നത് അതേ മനസ്സാണ് നൽകപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അതേ വ്യക്തിത്വം. അപ്പോൾ ഈ വ്യക്തിത്വമാണ് നശിക്കാതിരിക്കുന്നത്. ശരീരം മരിക്കുന്നു, ആത്മാവ് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിത്വം നിലനിൽക്കുന്നു. അത് പുനരുത്ഥാനത്തിൽ ഓരോരുത്തർക്കും അതേ വ്യക്തിത്വം തന്നെ നൽകപ്പെടുന്നു എന്നുള്ളതാണ്. അതല്ലാതെ മരണത്തെ അതിജീവിക്കുന്ന ഒരാത്മാവ് മനുഷ്യൻ്റെ ശരീരത്തിൽ കുടികൊള്ളുന്നു എന്നുള്ളത് പിശാചിൻ്റെ ഉപദേശത്തെ സാധൂകരിക്കുന്ന ഒരാശയമാണ്. പിശാച് തന്നെയാണ് നിങ്ങൾ നിശ്ചയമായും മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മരിക്കൂ എന്ന് തോന്നുന്നതേ ഉള്ളൂ, നിങ്ങൾ മരിക്കുന്നില്ല. മരണത്തിൽ നിങ്ങളുടെ ആത്മാവ് വേറൊരു ലോകത്ത് പോയി ജീവിക്കുന്നു. അതിനെ നശിപ്പിക്കുവാൻ ദൈവത്തിന് പോലും സാധ്യമല്ല. അങ്ങനെ ഒരു അമർത്യമായൊരു ആത്മാവിനെയാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ ആദാമിനോട് നീ മരിക്കും നിശ്ചയമെന്ന് എങ്ങനെയാ പറയുന്നത്? ദൈവം അവിടെ പോഷ്ക്ക് പറഞ്ഞെന്ന് പറയില്ലേ? പക്ഷേ പോഷ്ക്ക് പറഞ്ഞത് പിശാചാ, നിങ്ങൾ മരിക്കുകയില്ല എന്ന് പറഞ്ഞു. ആദാം 930 സംവത്സരം ജീവിച്ചിരുന്നു. മരിച്ചപ്പോൾ മനസ്സിലായി, മറ്റുള്ളവർക്ക് മനസ്സിലായി ആദാം മരിച്ചു എന്ന്. ഇന്നത്തെ ക്രൈസ്തവ മത ഉപദേഷ്ടാക്കന്മാർ, പെന്തക്കോസ്ത്, പിന്നെ റോമൻ കത്തോലിക്ക സഭ, യാക്കോബ സഭ, ഇവാഞ്ചലിക്കൽ സഭ, എന്തെല്ലാം സഭകളാണ്. ഈ സഭകളുടെ മൂപ്പന്മാരെല്ലാം പഠിപ്പിക്കുന്നത്
ആത്മാവ് മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല, മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വാതിൽ മാത്രമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകുമെന്ന വേദവസ്തവം പറയുന്നത്. മരണം മനുഷ്യൻ്റെ മാത്രമല്ല, ഏതൊരു ജീവിയുടെയും ശത്രുവാണ് മരണം. ആ മരണം നീക്കുവാൻ കാൽവരി ക്രൂശിൽ യാഗമായ യേശുക്രിസ്തു തീർന്നത്. ഇത് ഒരു മിത്രമാണെങ്കിൽ എന്തിനാണ് യേശുവിൻ്റെ മരണം ആവശ്യമായും? മരണം നല്ലതല്ലേ? സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള വാതിലല്ലേ മരണം? ആ മരണത്തെയാണ് യേശു നീക്കാൻ വന്നത്. അപ്പോൾ യേശുവിൻ്റെ ഉദ്ദേശം എന്താ? ആരും സ്വർഗത്തിൽ പോകരുതെന്ന അല്ലേ? അപ്പോൾ ഈ വിധമുള്ള കാപഠ്യം നിറഞ്ഞ ഉപദേശങ്ങളെ കൊണ്ട് ക്രൈസ്തവ മണ്ഡലം ഇന്ന് വഷളായിരിക്കുക. അപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചുള്ള പ്രത്യാശ എന്താ? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഇവിടെ ഒരു മറ്റൊരാത്മാവിനെ കുറിച്ച് പറയാം. ദൈവത്തിൻ്റെ ആത്മാവ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുകയാണ്. ദൈവത്തിന് ആത്മാവില്ലാതെയായോ? ആത്മാവില്ലെങ്കിൽ എന്താ കുഴപ്പം? ആത്മാവുണ്ടെങ്കിലല്ലേ ജീവനുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സാണ് നമ്മളിൽ വസിക്കുന്നത്. ആ മനസ്സ് നമ്മളെയും നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ ജീവൻ എന്നുള്ളത് മനസ്സെന്നുള്ളത് രണ്ടും രണ്ട് കാര്യം. ഒരു ശരീരത്തിന് ചൈതന്യം കൊടുക്കുന്നത് ജീവനാണ്. ഈ ജീവൻ പ്രവർത്തിച്ചാൽ മാത്രമേ അതിൽ മനസ്സിന് പ്രാധാന്യമുള്ളൂ. ജീവനില്ലെങ്കിൽ പിന്നെ എൻ്റെ മനസ്സുകൊണ്ട് എന്താ ആവശ്യം? ഇപ്പോൾ പിതാവായ ദൈവത്തെ ഉയർപ്പിച്ചത് യേശുക്രിസ്തുവാണ്. അല്ല, പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടാണ്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് അവിടെ പറയുന്നത് എന്താ? ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ആത്മാവെന്നുള്ള ഈ പദത്തെ 12-ലധികം വിധത്തിൽ വേദപുസ്തകത്തിൽ പരിഭാഷ ചെയ്തിട്ടുണ്ട്. ആത്മാവ് എന്നുള്ള പദം വായു, ശ്വാസം, പ്രാണൻ, കാറ്റ്, മനസ്സ്, ഇങ്ങനെയെല്ലാം പരിഭാഷ ചെയ്തിട്ടുണ്ട്. ഇത് ഏത് വിഷയത്തിൽ ഏത് അർത്ഥമാണ്, ഏത് പദമാണ് ചേർക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആ വിഷയത്തെക്കുറിച്ചുള്ള വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇത് പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്ന ഭാഗം. അപ്പോൾ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകും. പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് വലിയ ഒരു പരിജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ്. പരിജ്ഞാനമില്ലാത്തവർക്ക് പുനരുത്ഥാനം എന്നുള്ള ആ പ്രക്രിയയെ വിശ്വസിക്കാൻ കഴിയും. ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും ദൈവത്തിൻ്റെ മൊത്തത്തിലുള്ള പ്ലാനുകളെക്കുറിച്ചും കൃത്യമായ ഒരു അറിവില്ലാതെ പുനരുത്ഥാനത്തിൽ വിശ്വാസം അർപ്പിക്കാൻ പറ്റും. പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് ആദാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഇല്ലാതിരുന്ന ഒരു വസ്തുവിനെ, ഒരാളെ ദൈവം സൃഷ്ടിക്കുക ചെയ്തു. അപ്പോൾ അതുപോലെ
ജനിച്ച് മരിച്ച് മൺമറയുന്ന ജനകോടികൾ മറ്റൊരു സുപ്രഭാതത്തിൽ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. ദൈവം നീ സൃഷ്ടിക്കുകയല്ല ചെയ്തു. ആദാമിനെ മെനഞ്ഞതുപോലെ നിലത്തെ പൊടി കൊണ്ട് സൃഷ്ടിക്കുകയല്ല ചെയ്തു. ഉളവായി വരട്ടെ എന്ന് പറയുന്നു. പണ്ടുണ്ടായിരുന്നവർ എല്ലാവരും ഉണ്ടായി വരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അപ്പോൾ നാം ഓരോരുത്തരും ഉണ്ടായി വരുന്നു. അതാ പുനരുത്ഥാനം. ഇത് വിശ്വസിക്കുക എന്നുള്ളത് പറഞ്ഞ് ലോക ജാതികൾക്കൊന്നും അസാധ്യമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരെയും വ്യക്തിപരമായി ഇനി സൃഷ്ടിക്കേണ്ട കാര്യമില്ല. അപ്പം തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിലും ഉപരിയായ ഒരു ശക്തി പ്രകടനമാണ് പുനരുത്ഥാനം എന്നുള്ള ആ വലിയ പ്രക്രിയ. ജനിച്ചു മരിച്ച ഓരോ മനുഷ്യൻ്റെയും ഐഡന്റിറ്റി കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ശരീരമുണ്ടായി വരുന്നു. ഇതിൻ്റെ തെളിവായിട്ട് നൽകിയത് ലാസറിൻ്റെ പുനരുത്ഥാനമാണ്. അതുപോലെ ഈ എലീശയുടെ കാലത്തൊക്കെ മരിച്ച ഒരു ബാലനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ ആ മരണത്തിൽ ഏത് സ്വഭാവത്തിൽ മരിച്ചുവോ ആ സ്വഭാവത്തിൽ തന്നെയാണ് പുനരുത്ഥാനം ചെയ്യുന്നത്. ഇതേ പ്രക്രിയയാണ് ഇനി നടക്കാൻ പോകും. അപ്പോൾ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പോൾ ഈ പുറത്ത് വരുന്ന ഈ ശരീരം ഇതൊരു വിഭാഗം സ്വർഗീയന്മാരായിത്തീരുമെന്നുള്ളതാണ്, ഒരു വിഭാഗം ഭൗമികന്മാരായിത്തീരും. സ്വർഗീയന്മാരായിത്തീരുന്നവരുടെ എണ്ണം പരിമിതമാണ്. അത് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഭാഗ്യവാന്മാർ എന്നാണ് വേദപുസ്തകം പറയുന്നത്. സ്വർഗത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം, ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം, ഇതിന് രണ്ടു തമ്മിൽ വ്യത്യാസം. സ്വർഗത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം കൈവരുത്തുന്നത് അവർ ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുന്നത് കൊണ്ടാണ്. ബാക്കി വരുന്ന പൊതുലോകം ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുന്നവരല്ല. അവർ ഓരോ വ്യക്തികളായിട്ട് തന്നെ ഈ ഭൂമിയിൽ മരണമില്ലാതെ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എക്കാലവും ജീവിക്കും. അപ്പോൾ ഇതാണ് യഥാർത്ഥമായ ക്രിസ്ത്യാനികൾക്കുള്ള പ്രത്യാശയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്. ഇതിന് വിപരീതമായിട്ടുള്ള ആശയങ്ങളൊന്നും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കാൻ യോഗ്യമല്ല. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞപ്പോൾ അവസാനിപ്പിക്കും.